സൗകര്യമുള്ള ആശുപത്രിയുണ്ട്, കിടന്നോ, വേണ്ടത്ര പരിചാരകരുണ്ട്, എല്ലാം ചെയ്തു തരാം, കയ്യിലെ കാശ് തീരുന്ന ദിവസം വരെ. രോഗം അത് മാറുകയില്ല എന്ന് നിശ്ചയം, അത് ഉറപ്പിച്ചു വെച്ചിട്ടാണ് ചികിത്സ. ഇത്തരം സന്ദർഭത്തിൽ പഴയ ആളുകൾ ഒരു കാര്യം ചെയ്യും. മനുഷ്യ അസാധ്യമെന്ന് കണ്ടാൽ പതുക്കെ ഒരു ഭിക്ഷാപാത്രമൊക്കെ എടുത്ത് പളനിക്കോ വേളാങ്കണ്ണിക്കോ ഒക്കെ പോകും. 1000 വീട് തെണ്ടി അങ്ങ് പോകും. അപ്പോൾ ഈഗോ താഴും, അഹങ്കാരം കുറയും. മറ്റൊരുത്തൻ്റെ അടുക്ക ചെന്ന് ചട്ടി കാണിച്ച് വല്ലതും ചോദിക്കണം എന്നുണ്ടെങ്കിൽ അഹങ്കാരം നല്ലപോലെ പോകണം. മനസ്സിലായില്ല? ആ അഹങ്കാരം അങ്ങ് ഇറങ്ങുമ്പോൾ രോഗത്തിൻ്റെ ബീജം കെട്ടടങ്ങും. നേരെ പോയി അതിൻ്റെ മുമ്പിലിരുന്ന് തെണ്ടും. ഇപ്പോൾ ഗവൺമെൻറ്റും സുപ്രീം കോടതി അതും നിരോധിച്ചിട്ടുണ്ട്, തെണ്ടലും നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിന് കോളാണ്. പണ്ടാണ് തെണ്ടി അവിടെ ചെല്ലുമ്പോഴേക്ക് തെണ്ടി കിട്ടിയതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് പോകുന്ന വഴിക്കുള്ള ചിലവും അതുകൊണ്ട് കഴിച്ച് കയ്യിൽ നിന്ന് കാശൊന്നും എടുക്കണ്ട, ഒന്നുമില്ലാതെ ഇറങ്ങുന്നത്. ഒരു മുണ്ട് മാത്രം എടുത്തുടുത്ത് ഒരു തോർത്തും തോളത്തിട്ട് ഏതെങ്കിലും അരുവിയിൽ കുളിച്ച് എവിടുന്നെങ്കിലും വല്ല ഇലയും പൊറിച്ച് പല്ലും തേച്ച് നല്ല അങ്ങ് നടക്കുക. പിള്ളേർക്കും ശല്യമില്ല, ഭാര്യയ്ക്കും ശല്യമില്ല. പിള്ളേരുടെയും ഭാര്യയുടെയും ഒക്കെ ഇടയിൽ നിന്ന് തന്നെ ഒന്ന് ഇറങ്ങി നടന്നു കഴിയുമ്പോൾ രോഗം കുറയാൻ തുടങ്ങും. ഇതാ ചിരിക്കുന്ന, ഞാൻ നുണ പറഞ്ഞതാണോ? ഈ പരിചയമുള്ള ആളുകൾ കാലന്മാർ കൂടുന്നതിന് മുമ്പ് വിടണം. ഒരുത്തനറിയും, അവൻ അടുത്തവനോട് പറയും, അടുത്തവനോട് പറയും, പിന്നെ ഈ അയ്യോ പാപം എല്ലാം കൂടെ ആവും. രോഗമാണ്, അത് മാരകമാണെന്നറിഞ്ഞാൽ അന്നേരം വിടുക. നല്ല തുടങ്ങുക. തെണ്ടി അങ്ങെന്ന് അവിടെ ഏതെങ്കിലും തിണ്ണേ കൂടി പരിചയക്കാരെ കണ്ടാൽ പിന്നെ അവിടുന്ന് വിട്ടോണം. മനസ്സിലായില്ല? തിരിച്ചു വന്ന് പറയും, ഞാൻ പളനി വെച്ച് കണ്ടു കേട്ടോ. മക്കളോട് പറയും. മക്കൾ കാറും പിടിച്ച് പളനിയിലെത്തും. ശല്യപ്പെടുത്താനായി എത്തുന്നത്. പിന്നെ ഈ കാറിൻ്റെ ചിലവ് കൂടെ കൊടുക്കുകയും വേണം. അടുത്തടുത്തേക്ക് കൂടെ എല്ലാം മാറി സുഖമാകുമ്പോൾ പതുക്കെ നേരെ തിരിച്ചു വരിക. അപ്പോൾ ഭാര്യ പറയും, ഞെട്ടറ്റ ചോട്ടിലാണ്, പോയിട്ട് എന്തായി? ഒന്നും ആയില്ല, തിരിച്ചു വരണമെന്ന് തോന്നി തിരിച്ചു വന്നു. ബസ് അപ്പോഴേക്ക് മനസ്സ് വേറെയായി. അപ്പോൾ ഏതിനോടും ഇണങ്ങാവുന്ന മനസ്സാവും. മനസ്സിനെയാണ് പരിശീലിപ്പിക്കേണ്ടത്. എല്ലാ സുഖവും ദുഃഖവും മനസ്സിൻ്റെയാണ്, നമ്മുടെ മനസ്സിൻ്റെയാണ്. വേറെ ഒരു മനസ്സിനും അതിൽ പങ്കില്ല. അതുകൊണ്ട് 100% മനസ്സിൻ്റെതാണെന്ന് മനസ്സിലാക്കി ചിത്തത്തെ നിർബീജമാക്കി ആനന്ദമനുഭവിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് ചിത്തദൗരാത്മ്യം തീർക്കണം എന്ന് വെച്ചാണ് ഞാൻ സ്പീഡിൽ തുടങ്ങിയത്. ഒരു ശ്ലോകം കൂടെ ഉണ്ട്, എന്നിട്ട് തീരെയില്ല. അതുകൊണ്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതൊക്കെ ശരിയായി നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ജീവിത രീതിയൊക്കെ ആകെ മാറും. അതുകൊണ്ടാണ് പുരോഗമനക്കാർ ഇത് വെണ്ണയിൽ പൊതിഞ്ഞ വിഷമാണ്, ഇതൊന്നും വായിക്കരുത്, ഇതൊന്നും പഠിക്കരുതെന്ന് പറഞ്ഞ് പുതിയ സാഹിത്യവും കലയും ഒക്കെ നിങ്ങൾക്ക് തന്നത്. അതൊക്കെ വായിച്ചിട്ടാണ് നിങ്ങൾ ഈ പരുവത്തിലെത്തിയത്. ഒരുമാതിരി പാകമായിട്ടുള്ളത്. ഇതൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിരുന്നെങ്കിൽ, തള്ളയും തന്തയൊക്കെ ഇത് ചൊല്ലിത്തരികയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ, ഉള്ള സമയത്തൊക്കെ പോയി A for ആപ്പിൾ, B for ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പണം ഉണ്ടാക്കി രോഗിയായിട്ട് കഞ്ഞിയും കുടിക്കാമല്ലാതെ വെള്ളം ഇറങ്ങാതെ ലിവറും അതും ഇതുമൊക്കെ വല്ലവർക്കുമൊക്കെ മാറ്റി വെക്കാനും ഒക്കെ പരുവത്തിനായി ഒരുമാതിരി തെണ്ടിത്തിരിഞ്ഞ് തിരുവല്ലം കൊട്ടി നടക്കേണ്ടി വരുന്നത് പഠിക്കേണ്ടത് പഠിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മാക്സിമം പിള്ളേരെ നിങ്ങളെക്കാൾ കഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ കുറേ കൂടെ നേരത്തെ, നിങ്ങൾ 5 വയസ്സിലാണ് പഠിക്കാൻ പോയതെങ്കിൽ പിള്ളേരെ 2.5 വയസ്സിൽ പിള്ളേരാകുമ്പോഴത്തേക്ക് പെറ്റ് വീഴുമ്പോഴേ പ്രീ LKGയിലേക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ തന്നെ കൊണ്ടുപോകും. എന്നാൽ മാത്രമേ നിങ്ങളുടെ പിള്ളേർ ഒരുമാതിരി പരിവാഹമുള്ളൂ. MBBS എഞ്ചിനീയറിങ്ങും അതും ഇതുമൊക്കെ എടുത്തു കഴിഞ്ഞ് വന്നിട്ട്
ഏതെങ്കിലും തോട്ടിയുടെയോ ഏതെങ്കിലും ചെരുപ്പ് കുത്തിയുടെയോ ഏതെങ്കിലും റബ്ബർ വെട്ടുകാരൻ്റെയോ കൂടെ ഒളിച്ചോടുക. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെ ജഡ്ജി ഭംഗിയായി പറഞ്ഞത് ഈ വാക്കാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. കേരളത്തിലെ വിദ്യാസമ്പന്നരായ പെൺപിള്ളേർ യാതൊരു വിവരമില്ലാത്തവൻ്റെ കൂടെയാണ് ഒളിച്ചോടുന്നത്. ഇവളുമാരെ പഠിപ്പിക്കാൻ വിട്ടത് എന്തിനാണെന്ന് എനിക്ക് സംശയമുണ്ടെന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. കോടതി കേട്ട ശബ്ദമാണ്, ഞാനത് ആവർത്തിച്ചു എന്നേ ഉള്ളൂ. കേരള ഹൈക്കോടതി കേട്ട ശബ്ദമാണ്. കാരണം പഠിത്തം എല്ലാം കഴിയുമ്പോൾ ഇതിനേ കൊള്ളുള്ളൂ. നേരാമണ്ണം പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടാണിത്. ഈ പരുവത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ പിള്ളേരെ നേരത്തെ പഠിക്കാൻ വിടണം. വീട്ടിൽ വളർത്തരുത്. തള്ളയുടെയും തന്തയുടെയും കൂടെ സ്നേഹിച്ച് വളർത്തരുത്. വീട്ടിലെ പണിയൊന്നും എടുപ്പിക്കരുത്. വെള്ളം കോരിക്കരുത്. പാത്രം തേപ്പിക്കരുത്. ചില്ലിട്ട് തന്നെ വളർത്തണം. പറ്റുമെങ്കിൽ ആക്ടിവിസ്റ്റുകളുടെ മുഴുവൻ വാക്കുകളും കേൾപ്പിക്കണം. രാവിലെ മുതൽ ഇതെല്ലാം കേൾപ്പിച്ച് വളർത്തി കഴിഞ്ഞാൽ മിക്കവാറും പോയി കിട്ടും. ശല്യം ഒഴിവാകും. സ്ത്രീധനം അന്വേഷിക്കണം. മാത്രമല്ല പിന്നെ പീഡനത്തിൻ്റെ കഥ പറഞ്ഞ് പത്രത്തിൽ മുഴുവൻ ഫോട്ടോ വരും. മാത്രമല്ല ചാനലിൽ നിറഞ്ഞ് നിന്ന ആളുകൾ ആടും. ഇതിലൊക്കെ കൂടുതലായി ആ സമയത്ത് സ്നേഹഗായകരായ ചിലർ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് നല്ലൊരു ജീവിതമായത്. വലിയ കുഴപ്പമൊന്നും കൂടാത്ത ഒരു സ്വയം തൊഴിൽ കണ്ടെത്തൽ. ഈ പരുവത്തിലാക്കി വേണം പിള്ളേരെയൊക്കെ വളർത്താൻ. മതിയാവുമെന്ന് തോന്നുന്നു. രാവിലത്തെ കാപ്പിക്കുള്ള വകയാവുമെന്ന് തോന്നുന്നു. ശരി, നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഹരി ഓം. ഹരി.